ഈശോയുടെ ധന്യനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഓശാന ഞായർ നമ്മോട് എന്താണ് പറയുന്നത്? ഓശാന ഞായർ വിശുദ്ധ വാരത്തിന്റെ വാതിലാണ്. കരഘോഷങ്ങളും ആർപ്പുവിളികളുമായി കഴുമരത്തിലേക്ക് കർത്താവ് കടന്നുപോകുന്ന വൈരുദ്ധ്യാത്മകതയാണ് ഓശാന ഞായറിന്റെ സമസ്യ. വിശ്വാസവും ആനന്ദവുമാണ് ഓശാന ഞായറിന്റെ സന്ദേശങ്ങൾ. കുരുത്തോലകളേന്തി ദാവീദിന്റെ പുത്രന് ജയവിളിക്കുമ്പോൾ ഈശോ കർത്താവിന്റെ നാമത്തിൽ വന്നവൻ മാത്രമല്ല, കർത്താവ് തന്നെയാണെന്ന വിശ്വാസമാണ് നാം ആദ്യം പ്രകടമാക്കുന്നത്. നമ്മുടെ സങ്കടങ്ങളിലേക്ക് ദൈവം കടന്നു വരുന്നതിന്റെ ആനന്ദമാണ് ഓശാനയുടെ രണ്ടാമത്തെ അർത്ഥം. തനിക്ക് വേണ്ടി യാതൊരുവിധ അത്ഭുതവും ചെയ്യാത്ത ക്രിസ്തുവിനെയാണ് സുവിശേഷം പരിചയപ്പെടുത്തുന്നത്. തൻ്റെ മനുഷ്യത്വത്തിൻ്റെ തികഞ്ഞ സാധാരണത്വത്തിന് ചേരാത്തതൊന്നും അവിടുന്ന് ചെയ്തിരുന്നില്ല. എന്നാൽ ഓശാന ഞായറാഴ്ച അവിടുന്ന് തൻ്റെ ദൈവത്വം പരസ്യമായി വെളിപ്പെടുത്തിയ ദിവസമായിരുന്നു. താൻ സർവജ്ഞാനിയായ ദൈവമാണെന്ന സത്യം വെളിപ്പെടുത്താൻ കഴുതയെ കണ്ടെത്തുന്ന വിധവും അവയുടെ ഉടമസ്ഥരോടുള്ള മറുപടിയും ഉടമസ്ഥരുടെ പ്രതികരണവും ഈശോ മുൻകൂട്ടി അറിയിക്കുന്നു. ലൂക്ക 19:33. കഴുതയെ കർത്താവിന് ആവശ്യമുണ്ട് എന്ന മറുപടിയും വ്യക്തമായ ദൈവത്വ പ്രകാശനമാണ്. ആരും സഞ്ചരിക്കാത്ത കഴുതപ്പുറത്താണ് ശാന്തഗംഭീരനായി യേശു പട്ടണപ്രവേശം നടത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. പരിചയമില്ലാത്ത കഴുത ജനക്കൂട്ടത്തിനിടയിൽ അസ്വസ്ഥമാകേണ്ടതാണ്. എന്നാൽ മൃഗലോകത്തിനുമേലുള്ള ദൈവത്തിന്റെ പരമാധികാരത്തിന് സാക്ഷ്യമായി കഴുതയുടെ ശാന്തപ്രകൃതി. യേശു ഇതിനു മുൻപ് ഒരിക്കലേ കഴുതപ്പുറത്ത് യാത്ര ചെയ്തിട്ടുള്ളൂ. ബേത്ലഹേമിലേക്കുള്ള യാത്രയിൽ അമ്മയുടെ ഉദരത്തിലായിരിക്കവെയായിരുന്നു ഈ യാത്ര. വെളിപാട് ഗ്രന്ഥത്തിൽ വെള്ള കുതിരപ്പുറത്തേറി സഞ്ചരിക്കുന്ന ക്രിസ്തുവിനെയാണ് അവതരിപ്പിക്കുന്നത്. വെളിപാട് 19:11-16 തിരുവചനങ്ങൾ. കഴുതപ്പുറത്തെ സഞ്ചാരം വിനയത്തെയും സമാധാനത്തെയും സൂചിപ്പിക്കുമ്പോൾ കുതിരപ്പുറത്തെ സഞ്ചാരം വിജയത്തെയും അധികാരത്തെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഓശാന ഞായറാഴ്ച ഈശോ തൻ്റെ ദൈവമഹത്വം വെളിപ്പെടുത്തിയപ്പോഴും അവിടുന്ന് വിനയത്തിന്റെ വഴിയിലൂടെയാണ് അത് ചെയ്തത് എന്ന് വ്യക്തമാണ്. യുഗാന്ത്യത്തിൽ മാത്രമേ ദൈവം തൻ്റെ യഥാർത്ഥ മഹത്വം വെളിപ്പെടുത്തുന്നുള്ളൂ എന്നാണ് വെളിപാട് പുസ്തകം 19:11-16 തിരുവചനങ്ങളിലൂടെ വ്യക്തമാകുന്നത്. ഫുൾട്ടൻ ജെ ഷീൻ മെത്രാന്റെ അഭിപ്രായത്തിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള പ്രകടമായ വ്യത്യാസം ദൈവത്തിന് അഹങ്കാരമില്ല, മനുഷ്യന് അഹങ്കാരമുണ്ട് എന്നതാണ്. അഹങ്കാരം എന്നത് ഇല്ലാത്തതുണ്ടെന്ന ഭാവവും മറ്റുള്ളവരെക്കാൾ മേന്മ അകാരണമായി അവകാശപ്പെടുന്നതുമാണല്ലോ. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്തതായോ തനിക്ക് തുല്യനായോ ആരുമില്ലാത്തതിനാൽ അഹങ്കാരം അപ്രസക്തമാണ്. മനുഷ്യനിൽ ദൈവസ്വഭാവം വർദ്ധിക്കുന്നതിനനുസരിച്ച് എളിമ വർദ്ധിക്കുന്നു എന്നതാണ് സത്യം. നമ്മിലെ ദൈവികത അളക്കാനുള്ള ഏറ്റവും നല്ല അളവുകോൽ എളിമയാണ്. ദൈവപുത്രനായ ഈശോയ്ക്ക് എളിമ തനത് സ്വഭാവമാണ്. പുൽക്കൂട്ടിൽ പിറന്നതു മുതൽ അവിടുന്ന് തൻ്റെ എളിമ വെളിപ്പെടുത്തുകയായിരുന്നു. വിശ്വാസത്തോടെ നിലവിളിച്ചു കരയുന്ന ഏതൊരുവനും യേശുവിൻ്റെ സൗഖ്യവും രക്ഷയും അനുഭവിക്കാനാകും എന്ന സത്യമാണ് ഓശാന ഞായറാഴ്ച പകർന്നു നൽകുന്നത്. ഒരു ഘോഷയാത്രയുടെയും ജൈത്രയാത്രയുടെയും ആരവമുണ്ടെങ്കിലും ഓശാന ഞായറാഴ്ച യഥാർത്ഥത്തിൽ പ്രകടമാക്കുന്നത് രക്ഷയ്ക്ക് വേണ്ടിയുള്ള ലോകത്തിന്റെ ദാഹമാണ്. രക്ഷ നൽകുന്ന പീഠാനുഭവ വാരത്തിന്റെ ഭൂമികയായി ഓശാന ഞായർ നിലകൊള്ളുന്നതിന്റെ കാരണം മറ്റൊന്നല്ല. ഓശാന ഞായറാഴ്ചയിലെ ആർപ്പുവിളിയും ദുഃഖവെള്ളിയിലെ കൊലവിളിയും താരതമ്യം ചെയ്തുകൊണ്ട് ജനസ്വരത്തിലെ സ്ഥിരതയില്ലായ്മയെ പലരും അധിക്ഷേപിക്കാറുണ്ട്. എന്നാൽ സുവിശേഷകർ വെളിപ്പെടുത്തുന്നത് മറ്റൊരു വലിയ രഹസ്യമാണ്. ഓശാന ഞായറാഴ്ച രക്ഷയ്ക്ക് വേണ്ടി ദാഹിച്ച ജനം ദുഃഖവെള്ളിയാഴ്ച രക്ഷയുടെ വഴി കണ്ടെത്തുകയായിരുന്നു എന്ന്. യേശുവിനെ കുരിശിത്തറയ്ക്കാനുള്ള അവരുടെ നിലവിളി പ്രത്യക്ഷത്തിൽ ക്രിസ്തുവിനോടുള്ള വിരോധമാണ് വെളിപ്പെടുത്തുന്നതെങ്കിലും രക്ഷാകര പദ്ധതിയിൽ അത് ഓശാന ഞായറാഴ്ചയിലെ ആർപ്പുവിളിയുടെ ശരിയായ തുടർച്ചയാണ്. ദൈവപുത്രന്റെ കുരിശുമരണത്തിലൂടെ മാത്രമാണ് രക്ഷ ലഭിക്കുന്നത് എന്ന സത്യമാണ് സുവിശേഷകൻ വെളിപ്പെടുത്തുന്നത്. ആഘോഷവും ആർപ്പുവിളികളുമല്ല, കുരിശാണ് രക്ഷയുടെ മാർഗം എന്ന സത്യത്തിലേക്കാണ് വചനം വിരൽ ചൂണ്ടുന്നത്. തന്മൂലം കഴുതപ്പുറത്തേറിയ ക്രിസ്തുവും കുരിശിലേറിയ പെസഹ കുഞ്ഞാടും എളിമയുടെ ദിവ്യമായ തുടർ ചിത്രങ്ങളാണ്. കർത്താവിനെ കണ്ടതിന്റെ സന്തോഷമാണ് ഓശാനയുടെ മറ്റൊരു മുഖ്യ പ്രമേയം. സിയോൻ പുത്രി, ആനന്ദിച്ച് ആർപ്പു വിളിക്കുക, നിന്റെ രാജാവ് രക്ഷയും നീതിയുമായി കഴുതപ്പുറത്തു വരുന്നു. സംഖ്യ 9:9 തിരുവചനം എന്ന പ്രവാചക വചനമാണ് സുവിശേഷകന്മാർ ഉദ്ധരിക്കുന്നത്. ദൈവിക പട്ടണത്തിൽ ദൈവം പ്രവേശിക്കുന്ന ഈ സംഭവത്തിന് ഏറെ അർത്ഥതലങ്ങളുണ്ട്. ജനത്തിന്റെ മ്ലേച്ഛതകൾ മൂലം ജെറുസലേം ദേവാലയത്തിൽ നിന്നും നഗരത്തിൽ നിന്നും ദൈവം ഇറങ്ങിപ്പോകുന്നതിന്റെ വിവരണം എസെക്കിയേൽ പ്രവാചകൻ നൽകുന്നുണ്ട്. എസെക്കിയേൽ 10:22-23 തിരുവചനങ്ങൾ. കിഴക്കേ മലമുകളിലേക്ക് പിൻവാങ്ങിയ ദൈവം ദൈവനഗരത്തിലേക്ക് ദൈവാലയത്തിലേക്ക് തിരിച്ചു വരുമെന്നും പ്രവാചകൻ പറയുന്നുണ്ട്. 43-1-3 തിരുവചനങ്ങൾ. ജെറുസലേമിനുള്ള കിഴക്കുള്ള മലയായ ബെത്പഗയിൽ നിന്ന് ക്രിസ്തു ദൈവനഗരത്തിലേക്കും ദൈവാലയത്തിലേക്കും കടന്നു വരുന്നതിനെ കർത്താവിൻ്റെ പുനരാഗമനമായാണ് സുവിശേഷകർ അവതരിപ്പിക്കുന്നത്.
ജനത്തിന്റെ അതിരുവിട്ട ആഹ്ലാദത്തിന്റെ കാരണവും ഇതാണ്. ജെറുസലേമിന് നഷ്ടമായ ദൈവചൈതന്യം വീണ്ടും ലഭിച്ച സുദിനമായിട്ടാണ് ഓശാന ഞായർ പരിഗണിക്കപ്പെടുന്നത്. നമ്മുടെയും ജീവിതത്തിൽ നിന്ന് ദൈവം പടിയിറങ്ങി പോകാനിടയുള്ള പല സന്ദർഭങ്ങളുണ്ടാകാം. നമ്മിലെ മ്ലേച്ഛതകൾ, അഹന്ത, അശുദ്ധി ദൈവത്തെ പടിയിറക്കുന്ന എത്രയോ തിന്മകളുടെ കൂടാരമാണ് നാം. ദൈവം നമ്മിലേക്ക് വീണ്ടും കടന്നു വരാൻ ആഗ്രഹിക്കുന്നുവെന്ന സദ്വാർത്തയാണ് ഓശാന ഞായറിൽ തിരുസഭ നമ്മെ അറിയിക്കുന്നത്. ദൈവമല്ലാത്ത പലരിലും സന്തോഷിക്കുന്ന സ്വഭാവമാണ് മനുഷ്യനെ പാപികളാക്കുന്നത്. എന്നാൽ ദൈവത്തിൽ സന്തോഷിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ജെറുസലേം നിവാസികൾ വളർന്നതായാണ് ഓശാന ഞായർ സാക്ഷ്യപ്പെടുത്തുന്നത്. ദൈവത്തിലും ദൈവിക കാര്യങ്ങളിലും ദൈവവചനത്തിലും ദൈവസഭയിലും സന്തോഷിക്കാൻ കഴിയുന്നതാണ് യഥാർത്ഥ ആത്മീയത. എപ്പോഴും കർത്താവിൽ സന്തോഷിക്കാൻ പൗലോസ് ആഹ്വാനം ചെയ്യുന്നു. ഫിലിപ്പി 4:4 ആത്മീയതയുടെ പൂർണ്ണതയാണിത്. ഈ പൂർണ്ണത അനുഭവിച്ചതുകൊണ്ടാണ് എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നുവെന്ന് ലൂക്ക 1:46 മറിയം പാടിയത്. ദൈവത്തിൽ ആനന്ദിക്കാനുള്ള ആഹ്വാനമാണ് ഓശാന ഞായറിൻ്റെ മുഖ്യ പ്രമേയം. കർത്താവിനെ മറന്ന് സന്തോഷം കണ്ടെത്താൻ വ്യഗ്രതപ്പെടുന്ന മനുഷ്യരെ കർത്താവിൽ സന്തോഷിക്കാൻ ക്ഷണിക്കുന്ന തിരുനാളാണ് ഓശാന ഞായർ. ദൈവത്തിൽ സന്തോഷിക്കാൻ കഴിയുന്നില്ല എന്ന നമ്മുടെ ഗതികേടിനെ തിരിച്ചറിയാനും തിരുത്താനും നമുക്ക് തീരുമാനിക്കാം. യേശു ദേവാലയം ശുദ്ധീകരിക്കുന്ന ദിവസമായാണ് ഓശാന ഞായറിനെ അവതരിപ്പിക്കുന്നത്. റോമൻ സാമ്രാജ്യവുമായി യഹൂദരെ ബന്ധിപ്പിക്കുന്ന കണ്ണിയായി ജെറുസലേം ദേവാലയം മാറിയിരുന്നു. മനുഷ്യനെ ദൈവവുമായി ബന്ധിപ്പിക്കുന്നതിനു പകരം മനുഷ്യനെ ഭൗതിക അധികാര സ്ഥാനവുമായി ബന്ധിപ്പിക്കുന്ന സ്ഥലമായി ജെറുസലേം ദേവാലയം മാറി എന്നതാണ് ദേവാലയത്തിന് വന്നു ഭവിച്ച ഗതികേട്. ഭൗതിക അധികാരത്തിന്റെ ബാഹ്യരൂപങ്ങളായ ഏകാധിപത്യം, സാമ്പത്തിക നേട്ടങ്ങൾ, ചൂഷണ മനോഭാവങ്ങൾ തുടങ്ങിയവ ദേവാലയത്തിലും വളർന്നു തുടങ്ങി. ദേവാലയത്തിന്റെ പരിശുദ്ധി വീണ്ടെടുക്കാനാണ് ഈശോ ശ്രമിക്കുന്നത്. ദൈവ മനുഷ്യ സമാഗമ വേദിയായി ഇനിമേൽ ദൈവാലയമല്ല, താൻ തന്നെയാണ് നിലകൊള്ളുന്നത് എന്ന സത്യമാണ് ഈശോ പഠിപ്പിക്കുന്നത്. ഇനിമേൽ സത്യദൈവത്തെ മനുഷ്യൻ തേടേണ്ടതും കണ്ടെത്തേണ്ടതും യേശു എന്ന ദേവാലയത്തിലാണ്. യേശു ചാട്ടവാറെടുത്ത് അടിച്ചെന്നോ വിപ്ലവം നടത്തിയെന്നോ ഉള്ള അർത്ഥത്തിൽ ഈ വചനഭാഗം വായിക്കേണ്ടതില്ല. ദൈവാലയത്തിലായിരിക്കുമ്പോൾ യേശുവിൽ ദൈവത്തെ കണ്ടെത്തുന്നില്ലെങ്കിൽ നമ്മുടെയും തൻ്റെ തനത് സ്വഭാവമായ എളിമ വെളിപ്പെടുത്തുന്നതാണ് കഴുതപ്പുറത്തുള്ള അവിടുത്തെ പട്ടണപ്രവേശം. വിനയാന്വിതനായി കഴുതപ്പുറത്ത് വരുന്നവൻ എന്ന പ്രവാചക വചനം യേശുവിൻ്റെ പ്രവൃത്തിയിലെ എളിമയുടെ മാനമാണ് പ്രകടമാക്കുന്നത്. ജനക്കൂട്ടത്തിൻ്റെ ആർപ്പുവിളികളോ ആരവങ്ങളോ അവിടുത്തെ എളിമ തന്നെയാണ് പ്രകടമാക്കുന്നത്. ഈശോയുടെ ജെറുസലേം പ്രവാസനത്തിന് തൊട്ടു മുൻപായി അവിടുന്ന് ജെറിക്കോയിൽ വെച്ച് സുഖപ്പെടുത്തുന്ന ബർത്തിമേയോസ് എന്ന അന്ധൻ്റെ നിലവിളിയാണ് ഇവിടെ ജനക്കൂട്ടത്തിൻ്റെ ആർപ്പുവിളിയായി മാറുന്നത്. യേശുവേ, ദാവീദിന്റെ പുത്രായ എന്നിൽ കനിയണമേ, എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിക്കണമേ എന്നാണ് ബർത്തിമേയോസ് നിലവിളിക്കുന്നത്. മർക്കോസ് 10:49, ലൂക്ക 18:39. ഓശാന എന്ന വാക്കിന്റെ അർത്ഥം എൻ്റെ നിലവിളി കേട്ട് എന്നെ രക്ഷിക്കണമേ എന്നാണ്. യേശുവേ, ദാവീദിന്റെ പുത്ര, ഓശാന എന്ന ജനക്കൂട്ടത്തിന്റെ ആർപ്പുവിളി വാസ്തവത്തിൽ അന്ധന്റെ നിലവിളിയുടെ ആവർത്തനമാണ്. മനുഷ്യന്റെ സഹനത്തിലും വേദനയിലും രോഗാവസ്ഥയിലും അവനെ ആശ്വസിപ്പിക്കുന്ന ദൈവമായി സർവ്വലോകവും യേശുവിനെ തിരിച്ചറിയുകയും വിശ്വസിച്ചേറ്റുപറയുകയും ചെയ്യുന്നു എന്നതാണ് ഓശാന ഞായറാഴ്ചയുടെ സന്ദേശം. ബർത്തിമേയോസിനെ പോലെ ദേവാലയ സങ്കല്പങ്ങൾ തിരുത്തി വായിക്കേണ്ടതാണ്. ദൈവാലയ ശുദ്ധീകരണ സമയത്ത് ഈശോ പറഞ്ഞൊരു വചനം ശ്രോതാക്കളിൽ വലിയ തെറ്റിദ്ധാരണ ഉളവാക്കിയത് നാം കാണുന്നുണ്ട്. അവർ യേശുവിനെതിരെ തിരിയുകയും ചെയ്യുന്നു എന്നതും ശ്രദ്ധേയമാണ്. നിങ്ങൾ ഈ ദേവാലയം തകർത്താൽ 3 ദിനം കൊണ്ട് ഞാനത് പണിതുയർത്തും എന്ന വചനമാണ് തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കിയത്. ക്രിസ്തുവിലും അവിടുത്തെ സഭയിലും കുറ്റമാരോപിക്കാൻ അവസരം പാർത്തിരിക്കുന്നവരുടെ ഒരു നീണ്ട നിര ഇന്നുമുണ്ട്. സഭയുടെ പ്രവർത്തനങ്ങളെയും സഭാ നേതാക്കളുടെ പ്രസ്താവനകളെയും വളച്ചൊടിച്ചും ദുർവ്യാഖ്യാനിച്ചും അവർ സഭയെ ആക്രമിക്കുന്നു. സഭാംഗങ്ങളുടെ വീഴ്ചകളെ പരമാവധി പർവ്വതീകരിച്ച് സഭയെ താറടിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിൽ നാം നിരാശരാകേണ്ടതില്ല. കാരണം ഈ തെറ്റിദ്ധാരണയെ തൻ്റെ കുരിശുമരണവുമായി ബന്ധപ്പെടുത്തിയാണ് ഈശോ വ്യാഖ്യാനിക്കുന്നത്. 3-ാം നാൾ പുനരുദ്ധരിക്കപ്പെടുന്ന ദൈവാലയം ക്രൂശിതനായ അവിടുത്തെ ശരീരം തന്നെയാണ്. സഭയ്ക്കെതിരായി ഉയരുന്ന ആരോപണങ്ങളും അധിക്ഷേപങ്ങളും സഭാംഗങ്ങളുടെ അപമാനകരമായ പ്രവർത്തനങ്ങളും സഭാഗോത്രത്തെ ക്രിസ്തുവിൻ്റെ കുരിശിലെ വേദനകളോട് താതാത്മ്യപ്പെടുത്തുകയാണ്. അതിനാൽ തന്നെ ഈ വേദനകൾക്ക് രക്ഷാകരമായ മാനമുണ്ട്. ക്രേത്തായിലെ സഭാപിതാവായ വിശുദ്ധ അന്ത്രയോസിന്റെ ഓശാന ഞായറാഴ്ചത്തെ പ്രസംഗം പ്രസിദ്ധമാണ്. ആദ്യത്തെ ഓശാന ഞായറാഴ്ച വഴിയരികിൽ വിരിക്കപ്പെട്ടത് ജനങ്ങളുടെ വസ്ത്രങ്ങളും മരക്കൊമ്പുകളുമാണ്. എന്നാൽ കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിക്കാൻ ഭാഗ്യം ലഭിച്ച നാം ഓരോരുത്തരും നമ്മെ തന്നെയാണ് അവൻ വരുന്ന വഴിയിൽ സമർപ്പിക്കേണ്ടത്. കർത്താവിന് മുമ്പിൽ നാം നമ്മെ തന്നെ അടിയർ വെക്കേണ്ട ദിനമാണ് ഓശാന തിരുനാൾ. അവൻ്റെ പാദത്തോട് ചേർന്ന് കുരിശിലേക്ക് നടന്നു നീങ്ങേണ്ടവരാണ് നാം. തെരുവോരത്ത് കർത്താവിൻ്റെ കടന്നുപോകലിന് കൈയടിച്ച് നിൽക്കേണ്ട കാണികളല്ല നാം. കുരിശിനെ സ്വീകരിക്കാൻ ആഹ്ലാദത്തോടെ ഒരുങ്ങാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓശാന ഞായർ. ഓശാന ഞായറിൻ്റെ എല്ലാ ആശംസകളും ഏവർക്കും നേരുന്നു. നന്ദി. ആമേൻ.